റോൾസ് റോയ്സ് കൊണ്ട് മാലിന്യമെടുത്ത ഇന്ത്യൻ രാജാവിനെക്കുറിച്ച് പറയാം. അവനായിരുന്നു ആൽവറിന്റെ മഹാരാജാവ് ജയ്സിംഗ് പ്രഭാകർ. 1900കളുടെ തുടക്കത്തിൽ ജയ്സിംഗ് ലണ്ടനിലേക്ക് യാത്ര ചെയ്തു. ഒരു ദിവസം സാധാരണ വേഷത്തിൽ അദ്ദേഹം റോൾസ് റോയ്സ് ഷോറൂമിൽ പ്രവേശിച്ചു. അവിടെയുള്ള സെയിൽസ് സ്റ്റാഫ് അദ്ദേഹത്തെ ഗൗരവത്തോടെ കാണാതെ അവഗണിച്ചു. അദ്ദേഹം സാധാരണ ആളാണെന്ന് കരുതി അപമാനകരമായി പെരുമാറിയതായി പറയപ്പെടുന്നു. അപ്പോൾ ജയ്സിംഗ് തന്റെ യഥാർത്ഥ തിരിച്ചറിവ് വെളിപ്പെടുത്തി. അദ്ദേഹം ആ ഷോറൂമിൽ നിന്നും ഒരുമിച്ച് 6 റോൾസ് റോയ്സ് കാറുകൾ വാങ്ങി. 6 കാറുകളും ഇന്ത്യയിലെ ആൽവറിലേക്ക് അയച്ചു. ഇന്ത്യയിലെത്തിയ ശേഷം അദ്ദേഹം ആ റോൾസ് റോയ്സ് കാറുകൾ രാജധാനിയിലെ മാലിന്യം ശേഖരിക്കാൻ ഉത്തരവിട്ടുവെന്നാണ് പ്രസിദ്ധമായ കഥ. ലോകമെമ്പാടും ഈ വാർത്ത പടർന്നു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ ഇന്ത്യയിൽ മാലിന്യം വഹിക്കുന്നു എന്നായിരുന്നു തലക്കെട്ടുകൾ. ഈ സംഭവം റോൾസ് റോയ്സ് കമ്പനിയുടെ പ്രതിഷ്ഠയ്ക്ക് തിരിച്ചടിയായി. പിന്നീട് കമ്പനി മഹാരാജാവിനോട് മാപ്പു പറഞ്ഞുവെന്നും ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതായും ചരിത്രത്തിൽ പറയപ്പെടുന്നു. ഈ കഥ നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു. പദവി നോക്കി ആളെ വിലയിരുത്തരുത്. സ്വാഭിമാനമുള്ളൊരാളുടെ പ്രതികാരം ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറിനെയും മാലിന്യവാഹനമാക്കും.